അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിർസത്തെ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞങ്ങളെല്ലാവരെയും വലിയൊരു പ്രോബ്ലം, ആ പ്രോബ്ലമിൻ്റെ വിഷയത്തിൽ അതിന് ഒരു സൊല്യൂഷനായിട്ട് ഞാൻ ഇന്ന് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനത് പ്രോബ്ലം? അത് ഞങ്ങളെല്ലാവരും ഒരു പ്രോബ്ലം. എന്തത്? മക്കളെ വിഷയം. ഞങ്ങളെ ബിർസത്തെ മക്ക ഇന്ന് ഞങ്ങൾ ചെന്ന പോലെ കേൾക്കില്ല. എല്ലാവരെയും ഒരു പരാതിയായിരിക്കും, ദൂരമായിരിക്കും. ഞങ്ങൾക്ക് മക്ക റെസ്പെക്ട് തന്നില്ല, ഞങ്ങൾ ചെന്ന പോലെ കേൾക്കില്ല, മക്ക ചെലുത്തില്ല. ഞങ്ങളെ ഉമ്മ അപ്പടെ എത്ര ബിർസത്ത് നോക്കുന്ന, എത്ര ഒരു റെസ്പെക്റ്റിൽ ഞങ്ങൾ കണ്ടോണ്ടിരുന്ന ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ബിർസവും ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് കിട്ടിയോണ്ടില്ലാണ്ടായിരിക്കും അധികരിച്ച എല്ലാ പേരൻസ്മാരും ദൂരം. അപ്പൊ ഇതൊക്കെ എന്തൊരു പരിഹാരം? ദൂരെ ചെമ്മൻ ഞങ്ങൾ ദൂരിട്ടായിട്ട് ഞങ്ങളെ മക്കളെ ഇതിക്ക് എന്തൊരു പരിഹാരമുണ്ടോ? ഇൻഷാ അല്ലാഹ് രണ്ട് പരിഹാരമുണ്ട്. ഒരേ പരിഹാരം ഒരു രണ്ട് പരിഹാരം നന്റെ ഇരുമ്പിലൊക്കെ കിട്ടിയത്. അതിൽ ഒരു പരിഹാരം ഇന്ന് ഞാൻ ക്ലാസ്സിൽ ചെല്ലേ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ പരിഹാരം ഞാൻ ചെല്ലേ. അതിന് മുന്നലായിട്ട് ഞങ്ങളെ ക്ലാസ് അൽഹംദുലില്ലാ ചെമ്മ ആൾമാർ നോക്കിയിട്ടുള്ളാറ്, ലൈക്ക് ആക്കിയിട്ടുള്ളാറ്, ഷെയർ ആക്കിയിട്ടുള്ളാറ്, കമൻറ്റിൽ ദ്വാരക്കോ എല്ലാം വസിയത്ത് ആക്കിയിട്ടുള്ളാറ്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്താക്കട്ടെ. ഈ ഇൽമു അതിൽ ഞങ്ങൾ ഇന്നത്തെ എത്തുപാട്ടുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു കൂലി കിട്ടും. നല്ലൊരു നീയത്തിൽ ഞങ്ങൾ എത്തുപാട്ടുണ്ടായെങ്കിൽ പണ്ടെല്ലാം സ്വഹാബത്തും തുടങ്ങിയിട്ടുള്ളതായ മഹാന്മാരെല്ലാം അങ്ങെല്ലാം ഇൽമിയുടെ പ്രചാരാക്കുവാൻ ഒരുപാട് അധ്വാനിച്ചാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ കാലം ഒരു വിരലിൽ ഇങ്ങനെ ആക്കി എന്താക്കറിയാം ഫാറോഡാക്കി ഷെയർ ആക്കി ഞങ്ങൾക്ക് കൂലി കിട്ടും. നല്ല നീയത്ത് എല്ലാവരും നിങ്ങൾ അത് ആ ഇൽമു ഓരോ ഇൽമും ഓരോ നാളിലും ദീൻ്റെ ഹിദ്മത്ത് എന്നൊക്കെ നീ എന്താക്കറും എല്ലാവർക്കും ഷെയർ ആക്കറും. അള്ളാഹു എല്ലാവർക്കും ബർക്കത്താക്കട്ടെ. ഞാൻ ചെന്നിട്ട് വന്നേ, ഞങ്ങളെ മക്കളെ സ്വഭാവം നല്ലവനുണ്ടായെങ്കിൽ, അഥവാ ഞങ്ങളെ മക്ക നമുക്ക് ആദരിക്കണോ, ഞങ്ങളെ മക്ക നമുക്ക് ഉപകാരം കിട്ടണമെന്നുണ്ടായെങ്കിൽ ഏറ്റവും മുഖ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് ദുആ ആയിരിക്കും. ദുആ ചെയ്തെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ദ്വാരക്കളല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്വലാത്ത് മജ്ലിസ് പൈസ കൊടുത്തു മോൻ്റെ ബുദ്ധി നല്ലാക്കണം ദ്വാരക്കുറിച്ചത് അങ്ങനല്ല. നിരന്തരമായിട്ട് ദുആ. ينبغي للداعي أن يسأل الله على الدوام إصلاح ذريته. മഹാന്മാർ ചെല്ലാറ് എനി ടൈം എപ്പെല്ലാം നീ നിൽക്കുവാനായിട്ട് ദ്വാരക്കടെ അണ്ടെല്ലാം നിന്റെ മക്കുവാനായിട്ട് നീ ദ്വാരക്കും. കാരണം ദുആക്ക് എത്ര ഫലമുണ്ട്. ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിന്റെ എന്തായിരിക്കും ഒരു ഹത്യാറായിരിക്കും, വെപ്പനായിരിക്കും. അതുകൊണ്ട് ദുആ ചെയ്യാം. എന്തൊരു നല്ല ദുആ ഉണ്ടോ? ഒന്ന് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ചിലൊരു ദുആ ഉണ്ട്. ആ ദുആ നിരന്തരം ദ്വാരക്കാം. പഠിച്ചവനെ നിന്റെ പെഞ്ഞൈ മക്കളിൽ നക്ക് നീ കൺകുളർമയാക്കണം, മനസ്സിന് സന്തോഷം ഉണ്ടാക്കണം. പിന്നൊരു ദുആ ഉണ്ട്. എന്തിനാ? ചെറിയൊരു ദുആ, ഒരു ഖുർആന്റെ ആയത്തിലെ പാട്ട്. ഇതും ഫസ്റ്റ് ഓതിയതും അത് ഖുർആന്റെ ആയത്തെ ആയിരിക്കും. രണ്ടാമത്തെ ദുആ വാസ്ലിഹ് ലി ഫീ ദുർരിയതി. ഒരു ആയത്തിലെ ലാസ്റ്റ് ഭാഗമായിരിക്കും വാസ്ലിഹ് ലി ഫീ ദുർരിയതി. നിന്റെ മക്കളിൽ നക്ക് നീ നന്മ തരണോ, നിന്റെ മക്കളിനെ നക്ക് സന്തോഷം തരണോ. അത് ഏറ്റവും മുഖ്യമായിരിക്കും. നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും തീരാ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും ഈ ദ്വാർന്നിട്ടില്ല, വാസ്ലിഹ് ലി ഫീ ദുർരിയതി. അതുകൊണ്ടായിരിക്കും മഹാന്മാർ ചെല്ലാറ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സന്താന പരമ്പര ചെല്ലത് ഭയങ്കര മിടുക്കുള്ളേ, വലിയ ഗണഗാംഭീര്യമുള്ള ഒന്നു ശ്രേഷ്ഠ ആൽമാരായിരിക്കും, സാലിഹ്യങ്ങളായിരിക്കും അബൂബക്കർ സിദ്ദീഖിന്റെ പരമ്പരയിൽ വന്നതായിട്ട്. നിങ്ങളെ മഖ്ദൂമിങ്ങ നിങ്ങൾ തോന്നിക്കും. കേരളത്തിൽ കർണാടകത്തെ ഭാഗത്തുള്ള ഇൽമു കൊണ്ട് നിറച്ച ആൽമാർ മഖ്ദൂമിങ്ങ. ഈ മഖ്ദൂമി പരമ്പര അബൂബക്കർ സിദ്ദീഖിന്റെ ആ ശങ്കല്ലായിട്ട് കിട്ടിയിട്ട് മഹാന്മാർ. അപ്പോ ഈ ഒരു ദുആ നിങ്ങൾ എപ്പോഴും ദ്വാരക്കാം. അതിന് മുന്നൊരു ആ ദുആത്തെ ഫസ്റ്റ് ബെന്നാ ചെല്ല റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാഹ് വാസ്ലിഹ് ലി ഫീ ദുർരിയതി. പഠിച്ചവനെ, നീന് നക്കും നിന്റെ ഉമ്മ അപ്പവും ചെയ്തതായ നിഅമത്തുക്ക് ശുക്ർ ചെയ്യുക ഒരു ഭാഗ്യം നീ നക്ക് തരണോ. നിന്റെ ഉമ്മ അപ്പവും നക്ക് നീ ചെയ്തതായ നിഅമത്ത് കൊണ്ട് അതൊക്കെ ശുക്ർ ചെയ്യൂ, ഭാഗ്യം തരണോ. സ്വാലിഹായ അമൽ ചെയ്യൂ, ഭാഗ്യം തരണോ. ലാസ്റ്റ് ചെല്ലേ നിന്റെ മക്കളിൽ നക്ക് നീ നന്മ തരണോ. അപ്പോ ഈ ദുആ എപ്പോഴും ദുആറക്കാം, എനി ടൈം ദുആർന്നുണ്ടിക്കാം. അള്ളാഹുരുടെ ചൊല്ല പഠിച്ചോ, നീ തന്ന മക്കളെ നക്ക് നീ നല്ലാക്കി തരണോ. വേറെ നീ നല്ലാക്കേണ്ട നിന്റെ മക്കൾ നല്ലാവില്ല. ഇൻഷാ അല്ലാഹ് ഇതൊരു ദുആ നിങ്ങൾ ദുആറക്കാം. നെക്സ്റ്റ് ഇന്നൊരു സ്റ്റെപ്പ് ഉണ്ട്.
ഞങ്ങളെ മക്കൾ നല്ലാകുള്ളൂ. ഇന്നൊരു സ്റ്റെപ്പ് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ് നാ നിങ്ങൾക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാ മക്കളെയും സ്വാലിഹീങ്ങൾ പെടുത്തിട്ട് ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരട്ടും. മക്കളെ കൊണ്ട് ടെൻഷൻ അവിടെ നിങ്ങൾ ഇസ്സത്ത് കളയപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു ഞങ്ങളെ എത്തിപ്പാട്ടുണ്ട്. ആ മക്കളെ കൊണ്ട് എപ്പോഴും സന്തോഷിക്കും, അഭിമാനിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.